ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ശക്തനായ വക്താവായിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ ഇർഫാൻ ഹബീബ് പ്രഭാഷണം നടത്തി. രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ യെച്ചൂരി ചെലുത്തിയ സ്വാധീനത്തെ അനുസ്മരിച്ച് ഡൽഹിയിലെ സുർജിത് ഭവനിൽ സംഘടിപ്പിച്ച പ്രഥമ സീതാറാം യെച്ചൂരി അനുസ്മരണ പ്രഭാഷണത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന്റെ പങ്കും പാരമ്പര്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. സോഷ്യലിസം യാഥാർത്ഥ്യമാകണമെങ്കിൽ പൂർണ്ണ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന യെച്ചൂരിയുടെ കാഴ്ചപ്പാടിനെ പ്രൊഫസർ ഇർഫാൻ ഹബീബ് അടിവരയിട്ട് പറഞ്ഞു. യെച്ചൂരിയുടെ ജീവിതം അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതായിരുന്നുവെന്നും ആ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ആദരം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യെച്ചൂരിയുടെ ഓർമ്മകൾക്ക് ആദരമർപ്പിക്കാൻ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, മുതിർന്ന നേതാവ് പ്രകാശ് കാരാട്ട്, പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ പ്രഭാവ് പട്നായക്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ U വാസുകി, R അരുൺകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. യെച്ചൂരിയുടെ കുടുംബാംഗങ്ങൾ, നടി ഷർമിള ടാഗോർ, മറ്റ് പാർട്ടി നേതാക്കൾ, ഇടതുപക്ഷ MPമാർ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. യെച്ചൂരിയുടെ കാഴ്ചപ്പാടുകൾക്കും സംഭാവനകൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ പങ്കാളിത്തം തെളിയിക്കുന്നു. പ്രഭാഷണത്തിൽ പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വിശദമായി വിവരിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയിൽ സൃഷ്ടിച്ച ആഘാതങ്ങളെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തുടക്കം മുതൽ തന്നെ വിമർശനാത്മകമായി സമീപിച്ചിരുന്നു. കൊളോണിയലിസത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ഭവിഷ്യത്തുകളെ കുറിച്ചും അവർ ആഴത്തിൽ പഠിച്ചു. കോൾമാക്സ് തന്റെ പഠനങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയെ ചൂഷണം ചെയ്തത് എങ്ങനെയാണെന്ന് ഗൗരവമായി അന്വേഷിച്ചിട്ടുണ്ട്. മാർക്സിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ അന്വേഷണങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇത്തരം ആഴത്തിലുള്ള പഠനങ്ങളാണ് കൊളോണിയലിസത്തിനെതിരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിയുറച്ച നിലപാടുകൾക്ക് അടിസ്ഥാനമായതെന്നും ഇർഫാൻ ഹബീബ് ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ച നയങ്ങൾ, അവർ നടത്തിയ ജനകീയ സമരങ്ങൾ എന്നിവയെല്ലാം ഈ വിശകലനങ്ങളുടെ ഫലമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചു. യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതം ഈ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിരുന്നു. ജനകീയ പ്രശ്നങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഈ ചരിത്രപരമായ അടിത്തറയിൽ നിന്നാണ് രൂപപ്പെട്ടതെന്നും ഹബീബ് വ്യക്തമാക്കി. അനുസ്മരണ പ്രഭാഷണത്തിന് ശേഷം CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഭാവി പരിപാടി പ്രഖ്യാപിച്ചു. യെച്ചൂരിയുടെ ജീവിത സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി ആഭിമുഖ്യത്തിൽ സ്ഥിരം സംവിധാനം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇതിനായി പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ പ്രഭാവ് പട്നായകിന്റെ അധ്യക്ഷതയിൽ ഒരു സമിതി രൂപീകരിക്കും. യെച്ചൂരിയുടെ ആശയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും സംവാദങ്ങളും സംഘടിപ്പിക്കുന്നതിനായിരിക്കും ഈ സമിതി പ്രധാനമായും പ്രവർത്തിക്കുക. അനുസ്മരണ പരിപാടികളുടെ ആദ്യപടിയായി ഏഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം വിശദമായി അടയാളപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ ആർക്കൈവ് തയ്യാറാക്കുമെന്നും MA ബേബി പ്രഖ്യാപിച്ചു. യെച്ചൂരിയുടെ ആഗോള കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി ഈ ആർക്കൈവ് ഒരു പ്രധാന വിവരശേഖരണ കേന്ദ്രമായി മാറും. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഇത് വലിയൊരു സഹായകമാകും. ഇത്തരം ചരിത്ര രേഖകൾ സംരക്ഷിക്കുന്നതിലൂടെ ആ പ്രസ്ഥാനങ്ങളുടെ സംഭാവനയെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെച്ചൂരിയുടെ ഓർമ്മകൾ നിലനിർത്താനും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പാർട്ടി കൂടുതൽ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും MA ബേബി വ്യക്തമാക്കി. പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, പുസ്തക പ്രകാശനങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. യെച്ചൂരി ഒരു മികച്ച പാർലമെന്റേറിയൻ കൂടിയായിരുന്നു. പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും ഇടപെടലുകളും രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതത്തെക്കുറിച്ചും ഒരു പ്രത്യേക പഠനം നടക്കാൻ സാധ്യതയുണ്ട്. അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത പ്രൊഫസർ പ്രഭാവ് പട്നായക്, പ്രകാശ് കാരാട്ട് തുടങ്ങിയ നേതാക്കൾ യെച്ചൂരിയുമായി തങ്ങൾക്കുണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യെച്ചൂരിയെ പോലെ സമകാലിക വിഷയങ്ങളെക്കുറിച്ച് ഇത്രയധികം ആഴത്തിൽ അറിവുള്ള മറ്റൊരു നേതാവില്ലെന്ന് പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെ കുറിച്ച് യെച്ചൂരിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ ദുർബലമായ വിഭാഗങ്ങൾക്ക് വേണ്ടി യെച്ചൂരി നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചും നേതാക്കൾ അനുസ്മരിച്ചു. തൊഴിലാളികൾ, കർഷകർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്നും മുൻനിരയിൽ നിന്ന് പോരാടി. രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കുന്നതിനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടി അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി. യെച്ചൂരിയുടെ മരണം രാജ്യത്തിന് വലിയൊരു നഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ സംരക്ഷിക്കേണ്ടത് പുതിയ തലമുറയുടെ കടമയാണെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിന്റെ അവസാനം യെച്ചൂരിയുടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ആദരം അർപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താൻ പാർട്ടി ആവിഷ്കരിച്ച പുതിയ പദ്ധതികളിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു. യെച്ചൂരിയുടെ ആശയങ്ങൾ വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന് അവർ പ്രത്യാശിച്ചു. ഈ അനുസ്മരണ പ്രഭാഷണവും അതിനെ തുടർന്നുണ്ടായ പ്രഖ്യാപനങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും ഒരു പുതിയ ഊർജം നൽകിയിരിക്കുകയാണ്.